ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന പശ്ചാത്തലത്തിൽ അല്പം ആശ്വാസം നൽകുന്ന ഇന്ത്യ മുന്നണിക്ക് ആശ്വാസം നൽകുന്ന വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. കോൺഗ്രസ് ആം ആദ്മി സീറ്റ് ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു. ആ പ്രഖ്യാപനം അല്പസമയം മുൻപ് കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും നേതാക്കൾ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ നടത്തി. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി 4 സീറ്റിൽ മത്സരിക്കും, കോൺഗ്രസ് 3 സീറ്റിൽ മത്സരിക്കും. ഗുജറാത്തിൽ 2 സീറ്റിൽ ആം ആദ്മി പാർട്ടിയാണ്, അത് ഭറൂച്ചും ഭാവ്നഗറുമാണ്. ഹരിയാനയിൽ ആം ആദ്മിക്ക് 1 സീറ്റാണ്, അത് കുരുക്ഷേത്രയിലാണ്. ഗോവയിൽ 2 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കും. 3 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശത്തും കോൺഗ്രസ് ആം ആദ്മി പാർട്ടി ധാരണയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ആണ് ഈ വിവരങ്ങൾ എന്തായാലും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഒരു ധാരണയിലേക്ക് എത്താൻ ഇരു പാർട്ടികൾക്കും കഴിഞ്ഞു എന്നുള്ളത് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. ഡൽഹി തന്നെയാണ് ഏറ്റവും പ്രധാനം. ഡൽഹിയിൽ 4 സീറ്റിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കുമ്പോൾ കോൺഗ്രസ് 3 സീറ്റിലാണ് മത്സരിക്കുക. പഞ്ചാബിലേക്ക് വന്നാൽ പക്ഷേ ഇരു പാർട്ടികളും ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കാനാണ് ഇപ്പോൾ ധാരണയിലേക്ക് എത്തിയിട്ടുള്ളത്. ഡൽഹിയിൽ ആം ആദ്മി 4, കോൺഗ്രസ് 3, ഗുജറാത്തിൽ 2 സീറ്റുകൾ ആം ആദ്മിക്ക് നൽകും. പക്ഷേ പഞ്ചാബിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കാൻ ഇരു പാർട്ടികളും ധാരണയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഒരു പൊതുചിത്രം ഈ സഖ്യത്തിൻ്റെത്. അനൂപ്, വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിക്ക് ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെ. ഡൽഹിയിൽ എങ്ങനെയാണ് സീറ്റ് വിഭജനം? ഡൽഹിയിൽ ആകെയുള്ള 7 സീറ്റുകളിൽ 4 ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കും, 3 കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുക. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് ഇത്രമെടുത്ത് പരിശോധിച്ചാൽ 22% വോട്ട് കോൺഗ്രസ് ലഭിച്ചിരുന്നു, 15% വോട്ട് മാത്രമേ ആം ആദ്മി പാർട്ടിക്കുള്ളൂ. പക്ഷേ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള വലിയ പാർട്ടി എന്ന നിലയിൽ ആം ആദ്മി പാർട്ടിക്ക് കൂടുതൽ സീറ്റ് നൽകാനും അതേസമയം തന്നെ ചണ്ഡീഗഡിലൊരു സീറ്റിലെത്താനും കോൺഗ്രസ് തീരുമാനിക്കുകയായിരുന്നു. ചണ്ഡീഗഡ് സീറ്റ് ആം ആദ്മി പാർട്ടി കോൺഗ്രസിന് വിട്ടു നൽകിയിരിക്കുകയാണ്. ഡൽഹിയിൽ 3 സീറ്റിലും ചണ്ഡീഗഡിലും കോൺഗ്രസ് മത്സരിക്കും. ഡൽഹിയിലെ ബാക്കിയുള്ള 4 സീറ്റിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കും. ഗുജറാത്തിൽ ധാരണയിലെത്തിയിരിക്കുന്നു. ഗുജറാത്തിൽ 2 സീറ്റ് കോൺഗ്രസ് ആം ആദ്മി പാർട്ടിക്ക് നൽകിയിരിക്കുകയാണ്. 2 സീറ്റ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഭറൂച്ചും ഭാവ്നഗറും. ഭറൂച്ച് സീറ്റ് ആം ആദ്മി പാർട്ടിക്ക് വിട്ടു നൽകരുത് എന്ന് കോൺഗ്രസിന്റെ നേരത്തെ സോണിയാഗാന്ധിയുടെയും ഗാന്ധി കുടുംബത്തിന്റെയും എല്ലാം വിശ്വസനായിരുന്ന കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന അഹമ്മദ് പട്ടേലിന്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു കോൺഗ്രസിനോട്. പക്ഷെ അത് മുഖവിലക്കെടുത്തില്ല. ഈ ഗുജറാത്തിൽ 2 സീറ്റ് വിട്ടു നൽകുന്നതിന് പകരമായി ചണ്ഡീഗഡ് സീറ്റ് കോൺഗ്രസിന് നൽകുമെന്ന ഒരു ധാരണയാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഉണ്ടായിരുന്നത്. ചണ്ഡീഗഡിൽ വിജയിക്കാൻ വലിയ സാധ്യതയുള്ള സീറ്റാണ്. ഗുജറാത്തിൽ പക്ഷേ സാധ്യത കുറവാണ് ഈ സീറ്റുകളിൽ നിന്ന് വിലയിരുത്തൽ കോൺഗ്രസിനുണ്ട്. അതുകൊണ്ടാണ് ഗുജറാത്തിൽ 2 സീറ്റ് വിട്ടു നൽകി ചണ്ഡീഗഡും ഡൽഹിയിലും ധാരണയിലെത്താൻ കോൺഗ്രസ് തീരുമാനിച്ചത്. ഹരിയാനയിൽ ആകെയുള്ള 10 സീറ്റിൽ 1 സീറ്റ്, അതായത് കുരുക്ഷേത്ര സീറ്റ് ആം ആദ്മി പാർട്ടിക്ക് നൽകിയിരിക്കുകയാണ് കോൺഗ്രസ്. വലിയ വോട്ട് ശതമാനമൊന്നും ആം ആദ്മി പാർട്ടിക്ക് ഹരിയാനയിലില്ല. എങ്കിലും സഖ്യത്തിന്റെ വിജയത്തിന് വേണ്ടി ഒരു ഒത്തുതീർപ്പിന് ഹരിയാനയിൽ വിട്ടുവീഴ്ച കോൺഗ്രസ് ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ ഗോവയിൽ വിട്ടുവീഴ്ച ചെയ്തത് ആം ആദ്മി പാർട്ടിയാണ്. ആം ആദ്മി പാർട്ടി അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കാര്യമായ വോട്ടൊന്നും പിടിച്ചിട്ടില്ല എങ്കിലും അവിടെ ഒരു സാന്നിധ്യമായി മാറിയിരുന്നു. ആ സാന്നിധ്യമായി മാറിയ ആം ആദ്മി പാർട്ടി ഗോവയിലുള്ള 2 സീറ്റിലും ആ 2 സീറ്റും പൂർണ്ണമായി കോൺഗ്രസിന് മത്സരിക്കാൻ വിട്ടു നൽകിയിരിക്കുകയാണ്. ഒപ്പം തന്നെ പഞ്ചാബിൽ ഇരു പാർട്ടികളും സംസാരിച്ച് ഇരു പാർട്ടികളും വെവ്വേറെ തീരുമാനിക്കാൻ പഞ്ചാബിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കാനും ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. ശരി അനൂപ്.